നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2025 എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ക്ലാസ് കണ്ടു പഠിച്ചാൽ മാത്രം പോരാ, എന്നും പറയുന്നത് പോലെ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. അതായത് ആ ഓരോ ദിവസത്തെയും ക്ലാസിന്റെ എക്സാം അന്ന് രാത്രി ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഫ്രീ ആയിട്ട് തന്നെ കയറി ക്യൂസ് അറ്റൻഡ് ചെയ്യാവേ. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടുവേ. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ റണ്ണിങ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഫുൾ സിലബസ് കവറേജ്, സ്റ്റഡി പ്ലാൻ, പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ വരാനിരിക്കുന്ന ഫയർമാന് വേണ്ടിയിട്ട് 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിളും ഡെയിലി എക്സാമും പോകുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് പോകുന്നുണ്ട്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. നല്ലൊരു റിവിഷൻ അടിച്ചിട്ട് പോവുക. ഓക്കെ, എല്ലാം നിങ്ങൾ ഇമ്പോർട്ടന്റ് പോർഷൻസിൽ കൂടെ എല്ലാം റിവിഷൻ അടിക്കുക. നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി ജനറൽ PSC ബാച്ച് പോകുന്നുണ്ട്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെവ്കോ LD, കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇനി വരാതിരിക്കുന്ന പരീക്ഷകളാണ്. ഇനി വിളിക്കാതിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തു തരുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ഉള്ള ഓപ്ഷൻ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലുണ്ട്. അതിൽ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 പറ്റിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ്. ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടൻ ആരാണ്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ്. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേരാണ് പങ്കിട്ടത്. നസ്രിയയും റീമ കല്ലിങ്കലും. നസ്രിയ നസീമും റീമ കല്ലിങ്കലുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടത്. മികച്ച സംവിധായക ഇന്ദു ലക്ഷ്മിയാണ്. ഇന്ദു ലക്ഷ്മി. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ വിജയകൃഷ്ണനാണ് ലഭിച്ചത്. വിജയകൃഷ്ണൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിജയകൃഷ്ണനാണ്. റൂബി ജൂബിലി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജഗദീഷിനാണ്. പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഓർത്തിരിക്കുക: മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായക, സമഗ്ര സംഭാവന. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം. അപ്പൊ കേരളത്തിൽ ആദ്യം, ഇന്ത്യയിൽ ആദ്യം, ലോകത്തിൽ ആദ്യം, ഇതൊക്കെ നോക്കി വെച്ചേക്കണം. കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴ. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് സ്ഥാപിച്ച സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തെലങ്കാന. തെളിമ എന്നതൊരു പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. റേഷൻ കടകളിലെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തെളിമ. തെളിമ എന്നത് റേഷൻ കടകളിലെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തെളിമ എന്ന പദ്ധതി. അടുത്തതൊരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ഇ സേവ. ഓപ്പറേഷൻ ഇ സേവ എന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ. അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഏത്? ഓപ്പറേഷൻ ഇ സേവ. ഓപ്പറേഷൻ ഇ സേവ. അടുത്ത ഫാക്റ്റും വളരെ ഇമ്പോർട്ടന്റ്. സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏതാണ്? സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് ആണ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസ്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസ്. അടുത്തത് ഇമ്പോർട്ടന്റ്. ജൂൺ 21 ആണല്ലോ അന്താരാഷ്ട്ര യോഗാ ദിനം. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്താണ്? ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നതാണ് 2025 തീം. ഓർക്കുക. ആദ്യ, പുണ്യ എന്നിവ
പുതിയതായി ഡെവലപ്പ് ചെയ്ത നെൽവിത്തിനങ്ങളാണ്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത നെൽവിത്തിനങ്ങളാണ് ആദ്യ പുണ്യ. ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനെ ചോദിക്കും. ചുവടെ തന്നിരിക്കുന്നതിൽ അടുത്തിടെ ഡെവലപ്പ് ചെയ്ത നെൽവിത്തിനങ്ങൾ ഏത്, അല്ലെങ്കിൽ മങ്കൊമ്പ് നെൽവിത്ത് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യ പുണ്യ. ആദ്യ പുണ്യ. അടുത്തൊരു വിയോഗമാണ്. 2025 ഏപ്രിലിൽ ഒരു ഷൂട്ടിംഗ് പരിശീലകൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് സണ്ണി തോമസ്. അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയ സമയത്ത് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകൻ ആരായിരുന്നു? സണ്ണി തോമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ്. സണ്ണി തോമസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷൂട്ടിംഗ് പരിശീലകനാണ് ആര്? സണ്ണി തോമസ്. ഓർത്തു വെച്ചേക്കണേ. അടുത്തതൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 70 വയസ്സും അതിനു മുകളിലുമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്നത്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത് വയവന്ദന. ആയുഷ്മാൻ ഭാരത് വയവന്ദന. അടുത്തതൊരു കൃതിയാണ് MK സാനുവിന്റെ കൃതി. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ആരുടെ കൃതിയാണ്? ഇമ്പോർട്ടന്റ് ആണ്. MK സാനുവിന്റെ കൃതിയാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. പുണ്യവതി. അത് കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ച ചോദ്യം തന്നെയാണ്. മെയ് 25 പ്രത്യേകത ലോക ഫുട്ബോൾ ദിനം. അപ്പൊ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്ന ഡേറ്റ് എന്നാണ്? മെയ് 25. മെയ് 25. ഓക്കെ, അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ അടിച്ചിട്ട് പോവാം. ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം 2024 മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടനാര? ടോവിനോ തോമസ്. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർ ചേർന്ന് പങ്കിട്ടു, നസ്രിയയും റീമ കല്ലിങ്കലും. മികച്ച സംവിധായക ഇന്ദു ലക്ഷ്മി. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണൻ. കേരളത്തിൽ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് കുളത്തൂപ്പുഴയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് നിലവിൽ വന്ന സംസ്ഥാനം തെലങ്കാന. അടുത്ത 2 പ്രോജക്ട്സ്, ഒരെണ്ണം ഒരു ഓപ്പറേഷൻ ആണ്, ഒരു പരിശോധന. ആദ്യത്തേത് തെളിമ എന്ന പദ്ധതി. ഇത് റേഷൻ കടകളിലെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. ഓപ്പറേഷൻ ഈ സേവ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള വിജിലൻസിന്റെ ഓപ്പറേഷൻ ആണ്. സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസാണ്. 2025 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം ഏക ഭൂമി ഏക ആരോഗ്യത്തിന് യോഗ. ആദ്യ പുണ്യ എന്നിവ അടുത്തിടെ ഡെവലപ്പ് ചെയ്ത നെൽവിത്തനങ്ങളാണെന്ന് ഓർക്കുക. 2025 ഏപ്രിൽ അന്തരിച്ച സണ്ണി തോമസ് ആരാണ്? ഇദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനാണ്. അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക്സിൽ സ്വർണം ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു ആര്? സണ്ണി തോമസ്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സാ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്നത്. അടുത്തത് MK സാനുവിന്റെ ഒരു കൃതി തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് 25. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണം. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ക്ലാസ്സുകളെ പറ്റി എല്ലാവരെയും ഒന്ന് അറിയിക്കുക. ഹർഷിതം എഡ്യൂടെക് ആപ്പിലും കോഴ്സുകൾ പോകുന്നുണ്ടെന്ന് എല്ലാവരെയും ഒന്ന് അറിയിച്ചോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്